അപ്പൊ വെള്ളരിക്ക എന്ന് പറയുന്ന വെള്ളരിക്ക ഉണ്ടാക്കുന്ന സ്കാലം അതിങ്ങനെ തിന്നു. അപ്പൊ എന്റെ വലിയുപ്പ ബീരാമുസ്യാരുടെ ഉപ്പാക്ക് എക്കിട്ടന്റെ രോഗം, എക്കിട്ടൻ മാറാത്ത രോഗം. അത് ഇവിടെ കാണിച്ചിട്ട് മാറുന്നില്ല. അന്നത്തെ എല്ലാ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കാണിച്ചു മാറുന്നില്ല. അപ്പോ ഈ കക്കിരി വെള്ളരി ഇത് മുറിച്ചിടുകയാണ്. അതിങ്ങനെ തിന്നാൻ പോവാണ് വല്യപ്പ. അപ്പൊ അതിൽ നിന്നൊരു കക്കിരി ഇങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, ഇനി എക്കിട്ട വേണ്ട, ഇതങ്ങോട്ട് തിന്നോളാൻ പറഞ്ഞു. പിന്നെ മരണം വരെ ആ രോഗമുണ്ടായില്ല. അത് കക്കരിയുടെ, ഇനി വെള്ളരി എന്നും പറഞ്ഞിട്ടുണ്ട് ഇടക്ക്. എന്തായാലും കക്കരിയുടെ ആണോ വെള്ളരിയുടെ ആണോ കറാമത്ത്, അതോ ഈ മാണ്ടാന്ന് പറഞ്ഞതിന്റെ കറാമത്താണോ? അല്ല, അതറിയണല്ലോ. ഇവിടെ ഒരു കക്കരി തിന്നിട്ട് വേണ്ട എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇതൊന്നും തിന്നാണ്, എനിക്കത് വേണ്ടാന്നിട്ട് പറഞ്ഞാൽ പോരെ. ഇല്ല, അത് ചെയ്തിട്ടില്ല. ഓക്കെ, അത് എന്തോ ആവട്ടെ. ഇവിടെ ചോദിക്കുവാനുള്ളത്, എക്കിട്ടം എന്നയാൾ പറയുന്ന ഈ എക്കിട്ടെടുക്കുക എന്ന് പറയല്ലേ, ഇത്രേ ഉള്ളൂ. ഇതൊരു രോഗാണോ? അത് മാറാതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു രോഗമായി എന്നാണോ? അപ്പോ കോട്ടുവാ ഇടുക, നമ്മളൊക്കെ കോട്ടുവാ ഇടാറുണ്ട്. അത് അട് നിൽക്കാതിരിക്കുകയാണെങ്കിൽ അതൊരു രോഗാവോ? അതുപോലെ തന്നെ തുമ്മുക, അതൊരു രോഗാണോ? ജലദോഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ തുമ്മാറുണ്ട്. ആ തുമ്പുന്നത് അതൊരു രോഗാണോ? അത് ജലദോഷം എന്ന് പറഞ്ഞാൽ പോലും ഒരു രോഗമല്ല. ഇനി തുമ്പുക എന്നുള്ളത് അതൊരു രോഗമല്ല. ചുമക്കുക, പല ആളുകളും പല രോഗങ്ങളുടെ ഭാഗമായിട്ട് ചുമക്കാറുണ്ട്. ചില ആളുകൾക്ക് അലർജിയുടെ ഭാഗമായിട്ട് ചുമക്കാറുണ്ട്. ചില ആളുകൾക്ക് ചെറിയ കോൾഡ്, അതായത് പനിയൊന്നും വേണ്ട, ചെറിയ ജലദോഷം പിടിച്ചാൽ തന്നെ ചുമക്കും, അല്ലേ? അതൊക്കെ ഒരു മാറാരോഗമാണോ? മാറാരോഗം എന്ന് പറഞ്ഞാല് ചുമ ഇനിയിപ്പോ പല കാര്യങ്ങളിലും രോഗമായിട്ടൊക്കെ പറയാതിരിക്കാം. എന്നാൽ ഒരു എക്കിട്ടെടുക്കുക അല്ലെങ്കിൽ കോട്ടുവാ ഇടുക, ഇതൊക്കെ രോഗാണെന്ന് പറയാം. എവിടുന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്? ആരെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ച് അല്ലേ? ജനങ്ങളെങ്ങളൊന്ന് ചോദിക്കേണ്ടത്. അതൊരു മാറാരോഗാന്നാ പറഞ്ഞത്. ക്യാൻസർ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലെയുള്ള മാറാരോഗം, മാറാവ്യാധി. മാറാരോഗം പിന്നെ എങ്ങനെ മാറിയത്? മാറാത്ത രോഗമാണെങ്കിൽ പിന്നെ മാറാൻ പാടില്ല. ഇതിപ്പോ ജാമ്യമില്ല വകുപ്പ് എന്ന് പറഞ്ഞ മാതിരി ജാമ്യം കിട്ടും. മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. പിന്നെ UAPA മറ്റുള്ള കാര്യങ്ങൾ, നേരെ സ്റ്റേഷനിൽ ജാമ്യം കിട്ടില്ല, മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്നുള്ളൂ. ജാമ്യമില്ലാത്ത വകുപ്പ് അത് വളരെ കുറവാണ്. എന്തോ ആട്ടെ, അതിനെ കുറിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇവിടെ മാറാ രോഗം എന്ന് പറയുന്ന ആ രോഗം ഈ കക്കരിക്കണ്ട് നിന്നപ്പോ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു, അവിടെ നിന്നു എന്നുള്ളതാണ് ആ കാക്ക പറഞ്ഞത്. ഇൻഷാ അല്ലാ, രോഗം നൽകുന്നവന് അള്ളാഹു ആണ്. എക്കിട്ട് ഒരു രോഗമല്ല. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് തുമ്മിയാൽ അത് രോഗാണെന്ന് നിങ്ങൾ പറയണ്ട. ജീവിതകാലം മുഴുവൻ പല സമയങ്ങളിൽ നമ്മൾ തുമ്മാറുണ്ട്, കൊട്ടുവായിടാറുണ്ട്, ഇല്ലേ? അതൊക്കെ രോഗാണെന്ന് പറഞ്ഞ എന്താണ് എന്റെ ഉസ്താദെ? എന്തിനാ നിങ്ങൾ ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചത്? ഈ 2 മണിക്കൂർ 2.5 മണിക്കൂർ പ്രസംഗിച്ചാൽ 50,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന തള്ളുകളല്ലേ ഇത്? അല്ലേ? മനസ്സിലാക്കണ്ടേ? ഇൻഷാ അല്ലാ, ഇവിടെ ചെറിയൊരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവർ നാരിയ സലാത്ത് ഉണ്ടാക്കുന്നുണ്ട്, താജു സലാത്ത് ഉണ്ടാക്കുന്നുണ്ട്, കമാലിയ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജൗഹറത്തുൽ കമാൽ പറഞ്ഞ സലാത്തുണ്ട്. എന്താണെന്നറിയോ? ആ സലാത്തൊക്കെ ചൊല്ലിയാലോ സാധാരണ സലാത്ത് ചൊല്ലിയാലുള്ള പോരിശയും കൂടി അല്ല. പിന്നെയോ വമൻ തലാ ജൗഹറത്തുൽ കമാലി സബ്അൻ യകൂനു സയ്യിദുൽ ഇർസാലി വൽ ഖുലഫാഉർ റാഷിദൂനൽ അർബഅ മദമ ദാകിറൻ ലഹാ ബർദു മഅ വദാക بالأرواح والذوات وليس للمنكر من نجاتي. എന്താ പറഞ്ഞറിയോ? അവരുണ്ടാക്കിയൊരു കമാലുണ്ട്, ജൗഹറത്തുൽ കമാൽ. ആ സലാത്ത് ഒരുത്തൻ ചൊല്ലിയാൽ എത്ര തവണ? 7 തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ആ മജ്ലിസിലേക്ക് ഇങ്ങോട്ട് കയറി വരും. എങ്ങനെ കയറി വരും? വദാക ബിൽ അർവാഹി വദ്ദവാതി. നബിതങ്ങളും ഈ 4 ഖലീഫമാരും തടിയോടെ അവരുടെ ജീവനോടെ നമ്മുടെ മജ്ലിസിലേക്ക് അങ്ങ് കയറി വരും. ഇത് നിഷേധിക്കുന്നവൻ വലൈസലിൽ മുൻകിരി മിൻ നജാതി. ഇത് നിഷേധിക്കുന്നവന് രക്ഷയില്ല. സലാത്തിന്റെ മജ്ലിസ് അവരാണ്. സലാത്തിന്റെ മജ്ലിസിന് നബിയും വരും, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, ഇവരൊക്കെ തടിയോടെ ആത്മാവോടുകൂടെ അങ്ങോട്ട് കയറി വരും എന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം.
എന്താ ഇവർ വിശ്വസിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസിൽ അള്ളാഹുവിന്റെ റസൂല് കയറി വരും. എങ്ങനെ? നബി തങ്ങളുടെ ആത്മാവിനോടൊപ്പം, നബി തങ്ങളുടെ റൂഹിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാകും. അവിടെ മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വസ്ഥലത്തും ഹാജരുള്ളവനാണ്. കണ്ടോ, റസൂലിനെ കുറിച്ച് വിശ്വസിക്കാണ്. അള്ളാഹുവിന്റെ റസൂല് സർവ്വസ്ഥലത്തും സർവ്വകാലത്തുമുണ്ട്. ഏതുപോലെ നമ്മുടെ കൂടെ തന്നെ നബി തടിയോടുകൂടി റൂഹോടുകൂടി ഉണ്ട്. എന്നാ പിന്നെന്താ കാണാത്തത് എന്ന് ചോദിക്കുമ്പോ എന്താ പറയുന്നത്? നമ്മുടെ സദസ്സിൽ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. കറാമത്തുള്ള കണ്ണുകൾക്ക് കാണാനും സാധിക്കും. കറാമത്തുള്ള കണ്ണുകൾക്ക് റസൂലുള്ളാഹിനെ കാണാനും സാധിക്കും. ഇപ്പോഴേ അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാർ 70 തവണ റസൂലുള്ളാഹിനെ നേരിട്ട് ഉണർച്ചയിൽ കണ്ടിട്ട് മസ്അല കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. നബിയോടെ നോക്കണം, റസൂലുള്ളാഹിനെ സ്വപ്നത്തിലൊന്നുമല്ല, ഉണർച്ചയിൽ തന്നെ 70 തവണ, 70-ൽ പരം തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സുയൂത്തി ഇമാം പറഞ്ഞു എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നബിയുമായി മസ്അല ചർച്ച ചെയ്തു എന്ന് ഹദീസിൽ ഇവരെ എഴുതി വിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് മരിച്ചു എന്ന് കേട്ടപ്പോ എന്തിനാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കറാമത്തിന്റെ കണ്ണില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുടെ റസൂൽ മരിച്ചു എന്ന് കേട്ടപ്പോ എന്താ പറഞ്ഞു? വാളെടുത്ത് ചാടി, ഭാര്യനോട് ഞാൻ കൊല്ലും, വിഷമം സഹിക്കാഞ്ഞിട്ട് അല്ലേ? അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ അള്ള ജീവനോടെയുണ്ട്, മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്തേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രശ്നം? ഇനിയിപ്പോ നബിനെ കാണാൻ പറ്റൂല, ഒന്നും ചോദിക്കാൻ പറ്റൂല അല്ലേ? എന്തേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുമ്പോ തന്നെ നബിനെ കണ്ടൂടെ? ഇന്ന് വരെ സ്വലാത്ത് മജ്ലിസിലേക്ക് നബി ഇങ്ങനെ കയറി വന്ന് ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്കെന്താ പിന്നെ പ്രയാസം? അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയൊന്നും സഹാബിമാര് പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് ഈ പറയുന്നത്. പിഴച്ച വിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കുന്നത്. മഹാന്മാരായ സഹാബിമാർ എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടായി അവർക്ക്. ഓരോ മസ്അലകളിൽ തർക്കം വരുമ്പോ റസൂലുള്ളാഹിയുടെ ഖബറിൽ പോയിട്ട് നബിയെ, ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരണം എന്ന് നബിയോട് മസ്അല ചോദിച്ചോ. എന്നിട്ടാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ജീവിച്ച സുയൂത്തി ഇമാം 70-ലേറെ തവണ റസൂലുള്ളാഹിനെ ഈ ഭൂമിയിൽ വെച്ച് ഉണർച്ചയിൽ തന്നെ കണ്ട് മസ്അലകൾ ചോദിച്ചറിഞ്ഞു എന്ന് എഴുതിവിടുന്നത്. എവിടേക്കാണ് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങളിൽ ഒതുങ്ങി നിന്നോ, നബിതങ്ങൾ പഠിപ്പിച്ച അഖീദയിൽ ഒതുങ്ങി നിന്നോളൂ. അതിലപ്പുറമുള്ള അഖീദകൾ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നമാകുന്നത്.